തേടുന്ന വിരലുകൾ എൻ്റെ വിരലുകളെ ചേർത്ത് പിടിക്കുമ്പോൾ ആ സ്നേഹം കരുതലിൻ്റെ, മനസ്സിലാക്കലിൻ്റെ, ഏകാകികളായ ഒറ്റപ്പെട്ട രണ്ടു മനുഷ്യരുടെ ഹൃദയത്തിന്റെ തുടിപ്പായി മാറുന്നു. വിശ്വവിഖ്യാത ചിത്രകാരനായ വിൻസെന്റ് വാൻഗോങ്ങിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനശ്വര പ്രണയത്തെ കാൽപ്പനികതയുടെ മഷിമുക്കി എഴുതിയ നോവൽ വിൻസെന്റ് വാൻഗോങ്ങിന്റെ കാമുകി. ആ നോവലിലെ വരികളാണ് ഇപ്പോൾ ഞാൻ വായിച്ചത്. എഴുതിയിരിക്കുന്നത് പ്രിയപ്പെട്ട എഴുത്തുകാരൻ ശ്രീ ജേക്കബ് എബ്രഹാം. ചിത്രകാരനായ വിൻസെന്റ് വാൻഗോങ്ങിനെ നമുക്ക് അറിയാവുന്നതാണ്. അദ്ദേഹത്തിന്റെ ചിത്രങ്ങളും ഏകാഗ്രിയായ അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ചും ഉന്മാദം നിറഞ്ഞ ഭ്രാന്തമായ മാനസിക നിലയെക്കുറിച്ചുമൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. കാമുകിക്ക് വേണ്ടി ചെവി അറുത്തു കൊടുത്തവനാണ് വാൻഗോങ് എന്ന് ഒരിടത്ത് വായിക്കുമ്പോൾ, മറ്റൊരിടത്ത് സുഹൃത്തിനു വേണ്ടി സുഹൃത്തിനോടുള്ള കലഹമൂത്ത് തന്റെ ചെവി അറുത്തു എന്ന് പറയപ്പെടുന്നു. അതേപോലെ അദ്ദേഹത്തിന്റെ പ്രണയത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്നും ഏകാന്തത തളം കെട്ടിയ ഒരു ജീവിതമായിരുന്നു വാൻഗോങ്ങിന്റെ. ആഗ്രഹിച്ച പോലെ ഒരു പ്രണയമോ സ്നേഹമോ ഒന്നും അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. 1881 ചിത്രകലയുടെ പഠനത്തോടനുബന്ധിച്ച് ഹേഗ് എന്ന നഗരത്തിലേക്ക് അദ്ദേഹം എത്തിപ്പെടുന്നു. അവിടെ വെച്ച് സിയാൻ എന്ന ഒരു മോഡലിനെ കണ്ടെത്തുന്നു. ആ സിയാനാണ് ഈ പുസ്തകത്തിലെ വിൻസെന്റ് വാൻഗോങ്ങിന്റെ കാമുകിയായി നമുക്ക് മുന്നിൽ ഈ കഥയൊക്കെ അവതരിപ്പിച്ചു തരുന്നത്. വിൻസെന്റ് വാൻഗോങ്ങിന്റെ കാമുകിയിലൂടെ നമ്മൾ പരിചയപ്പെടുന്ന വിൻസെന്റ് വാൻഗോങ് ഭീകരനായ ഒരു കാമുകനാണ്. വളരെ ഉയർന്ന ധനസ്ഥിതിയുള്ള ധാരാളം സുഹൃത്തുക്കളും ബന്ധുക്കളും ഗുരുക്കന്മാരുമൊക്കെയുള്ള വിൻസെന്റ് വാൻഗോങ് മറുവശത്ത് അദ്ദേഹത്തിന്റെ കാമുകയായി എഴുത്തുകാരൻ കാണിച്ചിരിക്കുന്ന സിയാൻ ആവട്ടെ ഒരു വേശ്യയാണ്. തെരുവ് വേശ്യ മാത്രമല്ല, ഇവർ തമ്മിൽ പരിചയപ്പെടുമ്പോൾ 3 മാസം ഗർഭിണിയാണ് സിയാൻ. ഒരു കുഞ്ഞിന്റെ അമ്മയാണ്, മരിയ എന്ന കുഞ്ഞിന്റെ അമ്മയാണ്. മാത്രമല്ല 2 കുട്ടികൾ ജനനത്തോടെ മരിച്ചുപോയി അവർക്ക്. ഇതിൽ ഒക്കെ ഭീകരമാണ് അവരുടെ മദ്യപാനത്തോടുള്ള ആസക്തി. എന്നാൽ വിൻസെന്റ് വാൻഗോങ് സ്നേഹിക്കുന്നത് അവരുടെ ശാരീരിക സൗന്ദര്യത്തെ അല്ല, മറിച്ച് മനസ്സിനെയാണ്. കുമാരനാശാന്റെ നളിനിയും ലീലയിലുമൊക്കെ കരുണയിലുമൊക്കെ കാണുന്ന നിരുപാധികമായ ഒരു പ്രണയം ശക്തവും തീഷ്ണവും സത്യസന്ധത നിറഞ്ഞതുമാകുന്നത് അത് നിരുപാധികമാകുമ്പോൾ തന്നെയാണ്. ഉപാധികളുള്ള പ്രണയത്തെ പ്രണയമെന്ന് വിളിക്കുവാൻ സാധിക്കുന്നില്ല. വാൻഗോങ് ഒരു ഗൃഹസ്ഥനായി ജീവിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. സിയാനാകട്ടെ നാളെ വിശ്വവിഖ്യാതനായ ഒരു ചിത്രകാരനാകാൻ പോകുന്ന ഇദ്ദേഹത്തെ തന്റെ തടങ്ങളിൽ നിർത്തുവാൻ ആഗ്രഹിക്കുന്നുമില്ല. അവരുടെ ശക്തമായ സ്നേഹവും അതിനുശേഷം നടക്കുന്ന സംഭവ വികാസങ്ങളെയുമൊക്കെയാണ് ഈ പുസ്തകത്തിൽ എഴുത്തുകാരൻ നമുക്ക് മുന്നിൽ കാട്ടിത്തരുന്നത്. വെറും 1.5 വർഷകാലം മാത്രമാണ് അവർ ഒരുമിച്ച് ജീവിക്കുന്നത്. തന്റെ കുഞ്ഞിനെ പോലെ തന്നെയാണ് മരിയ എന്ന അവരുടെ മകളെ സ്നേഹിക്കുന്നത് വാൻഗോങ് ആ കുഞ്ഞിന് ചിത്രകലയെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇവർക്ക് ജനിക്കുന്ന പുതിയ ആ ഒരു അതിഥി, ആ കുട്ടിക്ക് വില്യം വിൻസെന്റ് വാൻഗോങ് എന്നാണ് അദ്ദേഹം പേരിടുന്നത്. തന്റെ പേര് ചേർത്ത് വിളിക്കുന്നു. ആ കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് പോലും അറിയാത്ത ഒരു അവസ്ഥയിലാണ് സിയാൻ. എന്നാൽ അവരുടെ മനസ്സിനെ മാത്രമാണ് വാൻഗോങ് പ്രണയിക്കുന്നത്. ശക്തമായ എതിർപ്പാണ് അദ്ദേഹത്തിന്റെ ബന്ധുമിത്രാദികളിൽ നിന്നൊക്കെ ലഭിക്കുന്നത് അവരുടെ ഈ പ്രണയത്തിന്. അത് ഉറപ്പാണല്ലോ. കാരണം തെരുവ് വേശ്യയായ ഒരാളെ അംഗീകരിക്കുവാൻ അവർക്ക് സാധിക്കുകയില്ല. പക്ഷെ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു വാൻഗോങ്. അത് തികച്ചും ഒരു കാമുകന്റെ ശക്തമായ ഒരു നിലപാടായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചരിത്രത്തില് കാൽപ്പനികത നിറച്ചിരിക്കുകയാണ് എഴുത്തുകാരൻ. തിയോയുടെ അതേപോലെ തിയോ എന്നാൽ വാൻഗോങ്ങിന്റെ സഹോദരൻ ഉള്ളവരുടെ നിർബന്ധങ്ങൾക്ക് വഴങ്ങി അവസാനം അദ്ദേഹം വീട് വിട്ടിറങ്ങി പോകുന്നു.
വാങ്ങോങ് നഷ്ടപ്പെടുന്നതിലൂടെ സിയാൻ വീണ്ടും ഏകാന്തതയിലേക്ക് തളയ്ക്കപ്പെടുകയും ചെയ്യുന്നു. ഒരുപക്ഷെ തന്റെ ഏകാന്തതയും ഉന്മാദവും കാരണമായിരിക്കാം വാങ്ങോങ് ചെറിയ പ്രായത്തിൽ 37-ാമത്തെ വയസ്സാണെന്ന് തോന്നുന്നു, ആ ഒരു പ്രായത്തിൽ തന്നെ സ്വയം തന്റെ നെഞ്ചിലേക്ക് നെറിയൊഴിച്ചു മരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരിക്കാം സിയാൻ വീണ്ടും ജീവിക്കുന്നു. അമ്മയിൽ നിന്നും പഠിച്ച ആ ഒരു തയ്യൽ ജോലിയും വീട്ടുജോലിയും ഒക്കെ ചെയ്ത് ജീവിക്കുന്നു. വിൻസെന്റ് വാങ്ങോങ്ങിന്റെ മരണത്തിന് ശേഷം കൃത്യം 14 വർഷം തികയുമ്പോൾ അവരും ഷിൻഡെ എന്ന നദിയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെയൊക്കെ തളം കെട്ടി നിൽക്കുന്നത് ഏകാന്തത എന്ന ഒരു ഭാവമാണ്. സോറോ എന്ന ചിത്രത്തിന് വേണ്ടിയിട്ടാണ് സിയാനെ വിൻസെന്റ് വാങ്ങോങ് കണ്ടുമുട്ടുന്നത്. എത്രയോ സുന്ദരികളായ സ്ത്രീകൾ ഉണ്ടായിട്ടും ഗർഭിണിയായ അവശയായ തന്നെയാണ് ഈ ചിത്രത്തിന് മോഡലാക്കി എടുത്തിരിക്കുന്നത് എന്ന് പല ഭാഗങ്ങളിലും സിയാൻ പറയുന്നതായി നമുക്കിതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ പുസ്തകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരികളും ആ ഒരു ഭാഗത്താണ്. അതായത് ചിത്രം പൂർത്തിയാക്കിയതിന് ശേഷം അഭിപ്രായം വിൻസെന്റ് വാങ്ങോങ് സിയാനോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ആ ഒരു മറുപടി, ആ മറുപടി എനിക്ക് വ്യക്തിപരമായി ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതൊന്ന് വായിക്കട്ടെ. വളരെ നന്നായിട്ടുണ്ട്. അങ്ങ് ഉദ്ദേശിച്ച പോലെ സ്ത്രീ നഗ്നതയുടെ സൗന്ദര്യത്തിന്റെ ഒരു തരി പോലും ചിത്രത്തിലില്ല. പകരം ദൈന്യമായ ഒരുവളുടെ രൂപം. അവൾ ഗർഭിണിയാണ്, അനാഥയാണ്, പിഴച്ചവളാണ്. ദൈവം പുറത്താക്കിയ മനുഷ്യന്റെ അതികഠിനമായ ഏകാന്തത അവൾ അനുഭവിക്കുന്നുണ്ട്. സ്വന്തം മുഖം മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ അവൾക്ക് പ്രാപ്തിയില്ല. ഉദരത്തിലെ ശിശുവിന്റെ പൃഥുത്വം പോലും അവളെ വേദനിപ്പിക്കുന്നു. ഇങ്ങനെ എത്രയോ മനുഷ്യർ നമുക്കിടയിലുണ്ട്. അവരുടെയൊക്കെ ഉള്ള തെറ്റുകൾ ചിലപ്പോൾ നമുക്ക് ശരികളും, നമ്മുടെയൊക്കെ ശരികൾ അവർക്ക് ചിലപ്പോൾ തെറ്റുകളും ആയിത്തീരുന്നുണ്ട്. ഈ പുസ്തകത്തിന്റെ ആമുഖത്തിൽ എഴുത്തുകാരനായ ജേക്കബ് എബ്രഹാം പറയുന്നുണ്ട്, ഈ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് ഇതേപോലെ ചിത്രകലയുടെ ഉന്മാദത്തിൽ ജീവിതം അവസാനിപ്പിച്ച ബാബുക്കുട്ടൻ എന്ന ഒരു ചിത്രകാരന് വേണ്ടിയിട്ടാണ് എന്ന്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലും ഏകാന്തതയായിരുന്നു. ഈ കഥാപാത്രങ്ങളിലും ഏകാന്തതയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അധിക കഥാപാത്രങ്ങളുള്ള ഒരു നോവലല്ല ഈ പുസ്തകം. എന്നാൽ ഉള്ള കഥാപാത്രങ്ങളൊക്കെ മനുഷ്യന്റെ ഈ വായനക്കാരുടെ മനസ്സിനെ അത്രത്തോളം സ്പർശിക്കുന്നവരുമാണ്. സിയാന്റെ സുഹൃത്ത് ആഗ്നസ് എടുത്തു പറയേണ്ട ഒരു കഥാപാത്രമാണ്. കാമുകനാൽ ചതിക്കപ്പെട്ട് വേശ്യാവൃത്തി സ്വീകരിച്ച ഒരു സ്ത്രീയാണ് ആഗ്നസ്. അവർ തമ്മിലുള്ള ജീവിതം മാത്രമല്ല, ഹേഗ് പോലെ നമുക്ക് പരിചിതമല്ലാത്ത ഒരു സ്ഥലം, അവരുടെ ഭക്ഷണ രീതി, അവരുടെ ജീവിത രീതിയും ഒക്കെ നമ്മൾ മലയാളികൾക്ക് പരിചയപ്പെടുത്തുന്നു. അതും അത്രത്തോളം മികവുറ്റ രീതിയിൽ പരിചയപ്പെടുത്തുന്നു എന്നുള്ളതിൽ തന്നെ ഈ എഴുത്തുകാരന്റെ പാടവത്തെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം റൊമാൻസ് ഫിക്ഷൻ ഇനത്തിൽ തന്നെ ഇടം പിടിച്ച ഒരു പുസ്തകമാണ് വിൻസെന്റ് വാങ്ങോങ്ങിന്റെ ഈ കാമുകി. ഇതിന്റെ 3-ാമത്തെ പതിപ്പാണ് എന്റെ കയ്യിലുള്ളത്. പക്ഷെ 5-ാം പതിപ്പും കഴിഞ്ഞ് പുസ്തകം മുന്നേറിക്കൊണ്ടേയിരിക്കുകയാണ്. മലയാള സാഹിത്യ ചരിത്രത്തിന്റെ മലയാള സാഹിത്യത്തിന്റെ ഉന്നതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന എഴുത്തുകാരനാണ് ഇദ്ദേഹം എന്ന് പറയുന്നതിൽ ഒരുപാട് അഭിമാനമുണ്ട്. എന്റെ നാട്ടുകാരൻ കൂടിയാണ്. അദ്ദേഹത്തിന്റെ ആദ്യ ചെറുകഥാ സമാഹാരമായ ടാറ്റുവിന് തന്നെ കേരള സാഹിത്യ അക്കാദമിയുടെ ഗീതാ ഹിരണ്യൻ എൻറോൾമെന്റ് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ എഴുത്ത് എത്രത്തോളം ആയിരിക്കുമെന്ന് പറഞ്ഞറിയിക്കേണ്ടതായിട്ടില്ലല്ലോ. ഒറ്റപ്പാടുകൾ മനുഷ്യ മനസ്സിൽ ഏൽപ്പിക്കുന്ന മുറിവുകളെ കുറിച്ചും അതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാമെന്നതിനെ കുറിച്ചുമൊക്കെ പറഞ്ഞു തരുന്ന ഒരു നോവലാണ്. വളരെ മനോഹരമായി എഴുതി നിർത്തിയിരിക്കുന്ന ഒരു നോവൽ. തീർച്ചയായും ഇതിനൊരു 2-ാം ഭാഗം ഉണ്ടാകുമെന്ന് ഒരു വായനക്കാരി എന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഒറ്റപ്പാടുകളിലൊക്കെ കൂട്ടായി നല്ല പുസ്തകങ്ങൾ കടന്നു വരട്ടെ എന്ന് ആഗ്രഹിച്ച് മറ്റൊരു പുസ്തകവുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. സ്നേഹപൂർവം, ടി. ഐശ്വര്യ.